ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പോലീസ് സ്റ്റോറി എന്ന് പറയുന്ന ക്രൈം ത്രില്ലർ സ്റ്റോറിയുടെ പാർട്ട് 1 സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാട്ടുകൊള്ളക്കാരൻ ബാസ്റ്റാർഡ്. ഫോറസ്റ്റർ രാമനാഥൻ്റെ ശബ്ദം 4 ചുവരുകൾക്കിടയിൽ ശ്വാസം മുട്ടി. ആരോടാണ് ഈ ദേഷ്യപ്പെടുന്നത്? ഭാരതിയമ്മ ഭർത്താവിൻ്റെ അടുത്തേക്ക് വാതിൽ കടന്നു വന്നു. അവരുടെ കയ്യിൽ ആവി പറക്കുന്ന ചായയുണ്ടായിരുന്നു. മുണ്ടും നേരിയതും ധരിച്ച് ക്ഷേത്രത്തിൽ പോയി വന്ന ഭാരതിയമ്മയുടെ നെറ്റിയിൽ ചന്ദനക്കുറിയും മുടിയിൽ തുളസിക്കതിരുമുണ്ടായിരുന്നു. യൂണിഫോം ധരിച്ച് ബട്ടണുകൾ ഇടുകയായിരുന്നു ഫോറസ്റ്റർ രാമനാഥൻ. 6 അടി ഉയരവും ഒത്ത ശരീരവുമുള്ള ഫോറസ്റ്റർ രാമനാഥൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനമാണ്. ഭാര്യയെ തിരിഞ്ഞു നോക്കാതെ രാമനാഥൻ ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങി. വനം കൊള്ളക്കാരൻ ശങ്കരനാരായണൻ. പേരുകേട്ടാൽ ഭഗവാനാണ്. കയ്യിലിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരവും. ഇന്നലെ എൻ്റെ ഗാർഡുകൾ വനത്തിൽ പോയി. ശീതമലയുടെ കിഴക്കേ ചെരുവിൽ 120 വർഷത്തോളം പഴക്കമുള്ള ഒരു ഈട്ടിത്തടി നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ശിഖരങ്ങൾക്ക് പോലും മുഴുവൻ കാതലാണ്. അതിന് എന്ത് വിലമതിക്കുമെന്നറിയാമോ? 4 ലക്ഷം രൂപയിൽ കൂടുതൽ. ഒരുപക്ഷെ അതിനേക്കാൾ ഇരട്ടി വില കിട്ടിയെന്നും വരാം. ആ മരം കരകൗശല വസ്തുക്കളായാൽ പിന്നെ അതിൻ്റെ വിദേശത്തെ വില നമുക്ക് ആർക്കും നിശ്ചയിക്കാനാവില്ല. ഈ കാട്ടിൽ അത്ര നല്ലൊരു ഈട്ടിത്തടി ഞങ്ങളുടെ അറിവിലില്ല. അതിനിപ്പോൾ എന്തോ പറ്റി? ഭാരതിയമ്മക്ക് ഭർത്താവിൻ്റെ ആ മുഖമൊന്നും രസിച്ചില്ല. ശങ്കരനാരായണൻ അത് വെട്ടി. ആ മരം നിന്നിടത്ത് അറുത്ത് തളിരങ്ങളായി കൂട്ടിയിട്ടിരിക്കുന്ന ഈട്ടിത്തടിയാണ് ഗാർഡുകൾ കാണുന്നത്. 8-10 ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മരം മുറിക്കുകയും കമ്പുകൾ വെട്ടിമാറ്റുകയും ചെയ്യുന്നത് മോട്ടോർ ഘടിപ്പിച്ച വാളുകൊണ്ടാണ്. വെറുതെ എന്തിനാ രാവിലെ കല്ല് വെച്ച് നുണ പറയുന്നത്? കൊള്ളക്കാരുടെ ഇല്ലാത്ത ഗുണഗണങ്ങൾ പറയണമെന്നെന്താ ഇത്ര നിർബന്ധം? മനുഷ്യർ പോലും പോകാത്ത കൊടും കാട്ടിൽ ആരാ യന്ത്രങ്ങളുമായി പോകുന്നത്? ഭാരതിയമ്മക്ക് അതൊന്നും വിശ്വസിക്കാനായില്ല. നിനക്കറിയാമോ, ഇന്നലെ അവരെ കണ്ടുപിടിച്ച 3 ഗാർഡുകളും ഹോസ്പിറ്റലിലാണ്. ഭാരതിയമ്മ ഒന്ന് പതറി. രാമനാഥൻ തുടർന്നു. മോട്ടോർ വാൾ മാത്രമല്ല അവരുടെ പക്കലുണ്ടായിരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലില്ലാത്ത ആയുധങ്ങൾ. തടി വലിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് പരിശീലനം ലഭിച്ച ഒരു കൊമ്പനാനയായിരുന്നു എന്നാണ് നീ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ശങ്കരനാരായണൻ. അവനാണത് വെട്ടിയത്. തടിവെട്ടുകാരെ വിരട്ടിയോടിക്കാൻ ശ്രമിച്ച ഗാർഡുകളെ അവൻ്റെ ആളുകൾ ആക്രമിച്ചു. ഫിലിപ്പിൻ്റെ കൈ തോക്കിൻ്റെ പാത്തി കൊണ്ട് അടിച്ചൊടിച്ചു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടുകയായിരുന്നു. എന്നിട്ടാ കൊള്ളക്കാരെ പിടിച്ചോ? ഭാരതിയമ്മ ചോദിച്ചു. എങ്ങനെ പിടിക്കാൻ? ഗാർഡുകൾ അവശരായി. നാട്ടിലെത്തിയത് രാത്രി 8 മണിക്കാണ്. അവരെ ആശുപത്രിയിൽ എത്തിച്ചു. ഫിലിപ്പിൻ്റെ ഒടിവ് ഗുരുതരമാണ്. മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ടി വന്നു. എന്തായോ ദൈവത്തിനറിയാം. കല്യാണം കഴിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ ഫിലിപ്പ്. നമ്മുടെ മകൻ വിഷ്ണുവിൻ്റെ പ്രായം. ധീരനായ ചെറുപ്പക്കാരൻ. ഒരു ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ എതിർപ്പോടെ. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടാൽ സഹിക്കില്ല. ഷോ പാവം. പിന്നെ എന്തിനാ ഈ കൊള്ളക്കാരുമായി വഴക്കുണ്ടാക്കാൻ പോയത്? അവർ ചെയ്യട്ടേന്ന് വെക്കണം. ഭാരതിയമ്മക്ക് വിഷമമായി. എടി ഭാരതി, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന വരിക്കപ്ലാവ് അപ്പുറത്തെ ശിവരാമൻ രാത്രി വന്ന് വെട്ടിക്കൊണ്ടു പോയാൽ നീ സമ്മതിക്കുമോ? അത് നമ്മുടെയല്ലേ. ഞാൻ എങ്ങനെ സമ്മതിക്കാനാ? അതുപോലെ വനവും വനസമ്പത്തും സർക്കാരിൻ്റേതാണ്. അത് സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകും. ഇന്നലെ കൈയൊടിയുന്നതിന് പകരം അയാൾ കൊല്ലപ്പെടുകയാണ് ചെയ്തിരുന്നെങ്കിൽ ആർക്കാ പോയത്? ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കും. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ജോലി കൊടുക്കും. അത് മരിച്ചയാൾക്ക് തുല്യമാകുമോ? ആ വിധവയായ പെൺകുട്ടിക്കൊരു ജീവിതം ലഭിക്കുമോ? രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുമ്പോൾ ഇതൊക്കെ സഹിക്കേണ്ടി വരും. രാമനാഥൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിച്ചു. മകൾ വിദ്യ അകത്തേക്ക് വന്ന് ഇലയിൽ നിന്ന് ചന്ദനം എടുത്ത് ഡാഡിയുടെ നെറ്റിയിൽ തൊട്ടു. രാമനാഥൻ മകളെ നോക്കി പുഞ്ചിരിച്ചു. മോളും അമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ പോയിരുന്നോ? പോയി. രാമവും വന്നു, അവൾ പറഞ്ഞു. വളരെ സുന്ദരിയായിരുന്നു വിദ്യ. ഈറനുണങ്ങാത്ത മുടി അവളുടെ നിതംബത്തിന് താഴെ തുമ്പ് കെട്ടിയിട്ടിരിക്കുന്നു. വിഷ്ണു എവിടെ മോളെ? അവൾ തിരിഞ്ഞു പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാമനാഥൻ ചോദിച്ചു. ചേട്ടൻ ബൈക്ക് തുടച്ച് റെഡിയാക്കുകയാണ്. രാവിലെ ചുറ്റാനിറങ്ങുകയാണെന്ന് തോന്നുന്നു. വിദ്യ പോയിക്കഴിഞ്ഞപ്പോൾ ഭാരതിയമ്മ ചോദിച്ചു. നമുക്കിവളുടെ വിവാഹം നടത്തണ്ടേ? പ്രായമായ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തരുത്.
ബാക്കി പാർട്ട് 2വുമായി ഉടൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.